നമസ്കാരം, ഞാൻ ഷഹീർ പുഴക്കാട്ടറി സേവന ഓൺലൈൻ സർവീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന 2.0 എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇതിനായി നിങ്ങൾക്ക് സ്വന്തമായോ തൊട്ടടുത്തുള്ള CSC വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അപേക്ഷയോടൊപ്പം തൊഴിൽ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, കുടുംബാംഗങ്ങളുടെ ആധാർ കാർഡ്, അപേക്ഷകൻ്റെ ആധാർ കാർഡ് എന്നീ രേഖകളാണ് ആവശ്യമായിട്ടുള്ളത്. തൊഴിൽ കാർഡ് സ്വന്തമായിട്ടില്ലാത്തവർ അതാത് പഞ്ചായത്തുകളിൽ പോയി 3 കോപ്പി ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ്, ആധാർ കാർഡ്, ID കാർഡ് എന്നിവ നൽകി തൊഴിൽ കാർഡ് കരസ്ഥമാക്കണം. തൊഴിൽ കാർഡ് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആവാസ് യോജനയ്ക്ക് അപേക്ഷ നൽകാൻ കഴിയുള്ളൂ. ആവാസ് യോജന നിങ്ങൾക്ക് സ്വന്തമായി മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ചെയ്യുകയാണെങ്കിൽ 2.0 ആവാസ് യോജന എന്നുള്ള അപേക്ഷ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ ഈ അപേക്ഷ സമർപ്പിക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് 2 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഒന്ന് ആധാർ ഫേസ് RD, 2 ആവാസ് പ്ലസ് 2024. ഈ 2 ആപ്ലിക്കേഷനുമാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതിനുശേഷം ആവാസ് പ്ലസ് 2024 എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് അതിൽ ആവശ്യമായ പെർമിഷനിൽ ഓക്കെ കൊടുക്കുക. സെൽഫ് സർവേ എന്നുള്ള ഓപ്ഷൻ എടുത്ത് നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക. ഓതൻറ്റിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫേസ് IDയിലേക്ക് ഓട്ടോമാറ്റിക് പോകുന്നതാണ്. ഫേസ് IDയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് കാണിച്ച് ഓട്ടോ വെരിഫിക്കേഷൻ കഴിയുകയും ഫേസിൽ റൗണ്ടിൽ നിങ്ങളുടെ ഫേസ് കാണിക്കുന്നതോടൊപ്പം ബ്ലിങ്ക് ചെയ്ത് കണ്ണ് 2 തവണ ബ്ലിങ്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് നിങ്ങളുടെ ഫേസിനെ റെക്കഗ്നൈസ് ചെയ്ത് വെരിഫിക്കേഷൻ സക്സസ് ആവുന്നതാണ്. അതിനുശേഷം ഒരു പിൻ നമ്പർ സെറ്റ് ചെയ്യുക. 1 മുതൽ 4 വരെ പിൻ നമ്പർ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിൻ നമ്പർ സെറ്റ് ചെയ്യാം. ഞാൻ 1 2 3 4 ആണ് കൊടുത്തിട്ടുള്ളത്. ശേഷം പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അതേ പിൻ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനും ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാനും ബ്ലോക്ക് സെലക്ട് ചെയ്യാനും പഞ്ചായത്ത് സെലക്ട് ചെയ്യാനും. ഞാൻ എൻ്റെ ബ്ലോക്കും എൻ്റെ പഞ്ചായത്തുമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ ബ്ലോക്ക്, പഞ്ചായത്ത് എന്നിവ സെലക്ഷൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ശേഷം വരുന്ന ഡീറ്റെയിൽസ് ആഡ് എഡിറ്റ് സർവേ എന്ന ഓപ്ഷനിലാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിനകത്ത് അപ്ലിക്കൻറ്റിൻ്റെ പേര് എന്താണോ അത് നൽകുക. ശേഷം ആധാർ നമ്പർ നൽകുക. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും കിട്ടിയ ജോബ് കാർഡ് നമ്പർ, അത് KL എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ജോബ് കാർഡ് നമ്പറാവും. സ്റ്റാർട്ടിങ് ഹൈഫണിൽ തുടങ്ങി ഒരു 3 അക്കം, വീണ്ടും ഹൈഫൺ, വീണ്ടും 3 അക്കം, വീണ്ടും ഹൈഫൺ, പിന്നെ ഒരു 1 2 അക്കം. അത് വാർഡിൻ്റെ നമ്പറാവും. വാർഡ് നമ്പർ 1 ആണെങ്കിൽ 1, അത് എത്രയാണെന്നുള്ള ആ ഫോർമാറ്റിൽ നൽകുക. ലാസ്റ്റ് വരുന്ന സമയത്ത് സ്ലാഷാണ് കൊടുക്കേണ്ടത്. സ്ലാഷ് കൊടുത്തിട്ട് ആ വാർഡിൽ എത്രാമത്തെ തൊഴിലാളിയാണ് അല്ലെങ്കിൽ എത്രാമത്തെ ജോബ് കാർഡുള്ള വ്യക്തിയാണെന്നുള്ള നമ്പറാവും ലാസ്റ്റ് വരുന്നത്. അത് നൽകിയതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് നൽകുക. ശേഷം ലൊക്കേഷൻ എന്നുള്ള സ്ഥലത്ത് പോയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോബ് കാർഡ് വേണം. അതുകൊണ്ടാണ് ഇതിവിടെ നിർത്തിയിട്ടുള്ളത്. ഓക്കെ. ശേഷം ലൊക്കേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളെ വീടിൻ്റെ 2 ഫോട്ടോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റായി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ നൽകുന്നതാണ്. ഓക്കെ, താങ്ക് യു.